ഞാൻ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. ആലപ്പുഴയിൽ ഷാജഹാൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ആലപ്പുഴയിലെ നാഷണൽ ഹൈവേയുടെ വികസനം എവിടം വരെ എത്തി, എങ്ങനെ പോകുന്നു എന്നറിയാനായിട്ട്. ഷാജി, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ആലപ്പുഴയിലെ ദേശീയപാത വികസനം? എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? എനിക്ക് ആ ദൃശ്യം കണ്ടിട്ട് തോന്നുന്നു ഷാജി നിൽക്കുന്നത് ബൈപ്പാസിലാണെന്ന്. ആദ്യ ബൈപ്പാസ് പൂർത്തിയാകാൻ 40 വർഷം എടുത്തു. അവിടുത്തെ രണ്ടാം പാത ഇപ്പോൾ ഏകദേശം 8 മാസം കൊണ്ട് നമ്മൾ പണി പൂർത്തിയാക്കുകയാണ്. നോക്കൂ, സർക്കാരുകൾ തമ്മിലുള്ള വ്യത്യാസം, സർക്കാരിന്റെ ഇച്ഛാശക്തി. ഗുഡ് മോർണിംഗ് മനു സൂചിപ്പിച്ച പോലെ തന്നെ കാര്യം ആലപ്പുഴ ബൈപ്പാസിൻ്റെ പണി ഏതാണ്ട് 70% പൂർത്തീകരിച്ചു. നമുക്കിനിയിപ്പോൾ മൊത്തത്തിൽ ഇനിയിപ്പോൾ നമുക്ക് ദേശീയപാത ആലപ്പുഴ ജില്ല അരൂർ മുതൽ കായംകുളം വരെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 70-80% നിർമ്മാണം പുരോഗമിച്ച് വരികയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ വർഷം തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മനു സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ആലപ്പുഴക്കാരുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഏതാണ്ട് 7 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആകാശപാത, അതായത് ബൈപ്പാസ്. ആലപ്പുഴ നഗരത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഈ ചെറിയ റോഡുകളിലൂടെ കടന്നു പോകുമ്പോൾ യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് പല പ്രാവശ്യം കണ്ടറിഞ്ഞിട്ടുള്ളതാണ്, നേരിട്ടറിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ടായിരുന്നു ദേശീയപാത നിർമ്മിക്കുന്നതിന് UDF സർക്കാരിൻ്റെ കാലത്താണ് തുടക്കം കുറിച്ചതെങ്കിലും അത് പൂർത്തീകരിക്കുന്നതിന് 40 വർഷം വേണ്ടി വന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏതാണ്ട് വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ കേരളം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ പല തവണ ഗഡ്കരിയുമൊക്കെ നേരിട്ട് കണ്ട് തങ്ങളുടെ ഇവിടുത്തെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യ പാത തന്നെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത്. അത് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. പക്ഷേ ആ 40 വർഷം വേണ്ടി വന്നു ഒരു ബൈപ്പാസ് നിർമ്മിച്ച് പൂർത്തീകരിക്കുന്നതിനെന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 2-3 വർഷത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ അടുത്ത ബൈപ്പാസിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ്. ഏതാണ്ട് 7 കിലോമീറ്റർ പൂർണ്ണമായിട്ടും നിർമ്മിച്ച് കഴിഞ്ഞു. നമുക്ക് കാണാം ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കിപ്പോൾ എൻ്റെ പുറകിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ രീതിയിൽ അതിൻ്റെ നിർമ്മാണം പുരോഗമിച്ച് വരുന്നു. അതിൻ്റെ സ്ട്രെച്ചുകളൊക്കെ തന്നെ പൂർത്തീകരിച്ചു. അതിൻ്റെ മേൽപ്പാലത്തിന് പെയിൻ്റ് അടിക്കുക, ഇനിയിപ്പം മറ്റുള്ള മിനുക്ക് പണികളൊക്കെ ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ആദ്യ പരിശോധനകളൊക്കെ തന്നെ നടത്തുക, പിന്നീട് വാഹനത്തിൻ്റെ ഓടി തുടങ്ങാം. ഇത്തരത്തിൽ ആ വിഷ്വൽ കൂടെ ഒന്ന് കാണിച്ചാൽ പ്രേക്ഷകർക്ക് അത് വളരെ പ്രയോജനകരമായിരിക്കും. കാര്യം നമ്മുടെ ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള ആലപ്പുഴ ബൈപ്പാസിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ലൈവായിട്ട് കാണാം. മനു കാണുമ്പോൾ ഒരുപക്ഷെ അമ്പരക്കും. കാര്യം എത്ര മനോഹരമായിട്ടാണ് ആലപ്പുഴ ബീച്ചിനോട് ചേർന്ന് ബീച്ചിൻ്റെ ഭംഗി നഷ്ടപ്പെടാത്ത തരത്തിൽ ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണം പുരോഗമിച്ചു വരുന്നത് അല്ലെങ്കിൽ പൂർത്തീകരിച്ചു വരുന്നത്. ആദ്യ ബൈപ്പാസ് നമുക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കാണുന്നു. അതിന് തൊട്ട് സമീപത്ത് തന്നെ അടുത്ത ബൈപ്പാസിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന തരത്തിലാണ് അതിൻ്റെ നിർമ്മാണം നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ മനോഹരമായ രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആലപ്പുഴയിലെ കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ബീച്ചുകളിലൊന്നാണ് ആലപ്പുഴ ബീച്ച്. ഈ ബീച്ചിൻ്റെ ഭംഗി ഒട്ടും നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ബീച്ചിൻ്റെ ഭാഗത്തെ കവർന്നെടുക്കാത്ത മനോഹരമായ രീതിയിൽ തന്നെയാണ് ആലപ്പുഴ ബൈപ്പാസിൻ്റെ നിർമ്മാണവും പൂർത്തീകരിച്ചു വരുന്നത്. ഇതിൻ്റെ പുറകു ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഇതിനെക്കാട്ടും കുറച്ചുകൂടെ മനോഹരമാണ്. ബാക്ക് സൈഡ് നമ്മുടെ ഇതിൻ്റെ അങ്ങേ സൈഡ് കൂടെ നമ്മളത് കാണിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്. കാര്യം ആലപ്പുഴ ബീച്ച് നമുക്ക് ഇതിൻ്റെ തൊട്ട് സമീപത്തായിട്ട് ബീച്ച് കാണാൻ സാധിക്കും. ഇപ്പം മനുവിനറിയാമല്ലോ, മനു പലതവണ ആലപ്പുഴയിൽ വന്നിട്ടുണ്ട്, നമ്മൾ ഈ ബീച്ചിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയുടെ ഒരാഴ്ച മുൻപാണ് മുഖ്യമന്ത്രിയുടെ എൻ്റെ കേരളം, അതായത് കഴിഞ്ഞ 9 വർഷത്തെ സർക്കാരിൻ്റെ വാർഷികാഘോഷം, രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാമത് വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ഇവിടെ വന്നിരുന്നു. ഇവിടെ ഒട്ടനവധി ആളുകൾ ഇവിടെ എത്തിയിരുന്നു. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ കൂടിയിരുന്നു. ഇപ്പോൾ ഈ മനോഹരമായ ദൃശ്യം കൂടി ഇപ്പോൾ മനുവിന് കാണാൻ സാധിക്കും. ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ട് പാതകൾ, ഒരു വശത്ത് പൂർത്തിയായ ബൈപ്പാസ്, മറുവശത്ത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന അതിന്റെ രണ്ടാം പാത. നോക്കൂ, ആദ്യത്തെ ബൈപ്പാസ് പൂർത്തിയാകാൻ 40 വർഷങ്ങൾ നമുക്ക് വേണ്ടി വന്നു. രണ്ടാമത്തെ ഈ പാത പൂർത്തിയാക്കാൻ മാസങ്ങൾ മാത്രമാണ് നമുക്ക് വേണ്ടി വന്നത്. അതാണ് ഒരു സർക്കാരിന്റെ കാഴ്ചപ്പാട്, സർക്കാരിന്റെ ഇച്ഛാശക്തി എന്ന് പറയുന്നത്. നമുക്കതിനെ അങ്ങനെ തന്നെ കാണേണ്ടി വരും. 40 വർഷം വേണ്ട, 4 വർഷം പോലും വേണ്ട, മാസങ്ങൾക്കുള്ളിൽ പണി പൂർത്തിയാക്കാൻ പറ്റുമെന്ന് നമ്മളോട് പറയുകയാണ് ഈ സംസ്ഥാന സർക്കാർ.